ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മളതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫില്ലിങ് ചിക്കൻ കൊണ്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഫേസ്ബുക്ക് പേജ് കൂടെ ഫോളോ ചെയ്യുന്ന കാര്യം കൂടി വിട്ടുപോയത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അതൊരു ഫില്ലിംഗ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് കടായി ചൂടാകുമ്പോൾ എണ്ണ വെച്ച് കൊടുത്തു. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം ഒരു വലിയ സവാളയാണ്, അത് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഒരുപാട് ബ്രൗണിഷ് കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി കേട്ടോ. നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം ഇതിപ്പോൾ ചിക്കൻ നേരത്തെ തന്നെ ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. കുക്കറിൽ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം എല്ലിന്നെല്ലാം മാറ്റിയെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. കൈ കൊണ്ടൊന്ന് പൊടിച്ച് കൊടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ സവാള ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ ലേശം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നോട്ടെ. ചിക്കൻ വേവിക്കുമ്പോൾ മസാലകൾ ചേർത്തതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ. പിന്നീട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തു. ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ മസാലാസ് ഏതെങ്കിലും പോരാന്നുണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഈ ഫില്ലിങ് നമ്മൾ പപ്പടത്തിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പപ്പടം ഇതുപോലെ എടുത്തതിന് ശേഷം ഈ ഫില്ലിങ് ആവശ്യമുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 സ്പൂൺ ഫില്ലിങ്ങാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ പപ്പടം കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് ഇട്ടതിന് ശേഷം നമുക്ക് ഈ സൈഡിലൊക്കെ ഒന്ന് കുറച്ച് വെള്ളം കൊണ്ട് കയ്യിൽ വെള്ളമാക്കിയിട്ട് ഇതുപോലെ നമുക്ക് 2 സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കാം. എല്ലാ സൈഡും ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ വെള്ളം പോരാന്നുണ്ടെങ്കിൽ പിന്നെയും വെള്ളം നമ്മൾ കയ്യിലാക്കിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ടെടുക്കാം. നമ്മൾ വെള്ളം ആക്കണ കാരണം കൊണ്ട് പപ്പടം പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഒട്ടി വരും കേട്ടോ. അപ്പോൾ നേരെ ഒട്ടാതിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പുറത്ത് വരും. അപ്പോൾ അതല്ലാതെ നന്നായിട്ടൊന്ന് ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-12 പപ്പടം വരെയുള്ള പപ്പടത്തിനുള്ള ഫില്ലിങ് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഞാനിപ്പോൾ എടുത്ത ക്വാണ്ടിറ്റിയുള്ള ചിക്കൻ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, എല്ലാ സൈഡും നന്നായിട്ട് ഒട്ടി വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്കിതുപോലെ ഫില്ല് ചെയ്തിട്ട് എടുക്കാം. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഈ ഫില്ലിങ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പപ്പടത്തിൻ്റെ അകത്ത് നിറയ്ക്കാവൂ. നമുക്കിതിൽ ഫില്ലിങ് റെഡിയാക്കേണ്ട ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി മാവൊന്നും കുഴക്കേണ്ടാത്ത കാരണം പെട്ടെന്ന് തന്നെ ഇതുപോലെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇപ്പം 4 എണ്ണമാണ് ഞാൻ ഫില്ല് ചെയ്തിട്ട് വെച്ചത്. ഇനി നമുക്ക് ചൂടായ നല്ല എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇത് ഓരോന്നും ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എണ്ണ ഇതിൻ്റെ മേളിലേക്ക് ഒന്ന് എണ്ണ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് പൊള്ളി വരും. പപ്പടം ഒന്ന് പൊള്ളുമല്ലോ, അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊള്ളി വരും. അതുപോലെ തന്നെ ഒരു സൈഡ് റെഡി ആകുമ്പോൾ മറിച്ചിട്ടിട്ട് വേറെ സൈഡും കൂടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഏകദേശം ഒരു ബ്രൗണിഷ് കളറൊക്കെ ആകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. നമുക്ക് ഫില്ലിങ് വേറെ എന്ത് ഫില്ലിങ്ങും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചിക്കൻ സിമ്പിളായിട്ട് ചിക്കനും സവാളയും ഇത് മാത്രമാണ് ചേർത്ത് കൊടുത്തത്. അതല്ലാതെ നിങ്ങൾക്ക് ബീഫോ മട്ടനോ ഒക്കെ ഇതുപോലെ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യുന്ന സമയത്ത് കമൻസും കൂടി അറിയിക്കുക കേട്ടോ. പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.